Hello everyone, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് ഒരു BLDC ഫാൻ ആയിട്ടാണ്. നിങ്ങൾ ഒട്ടുമിക്ക പേരും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ കണ്ടുവന്ന Impex എന്ന് പറയുന്ന ബ്രാൻഡിന്റെ Atom 28 എന്ന് പറയുന്ന ഒരു BLDC ഫാനിന്റെ അൺബോക്സിംഗും അത് എടുക്കാനുള്ള 10 റീസൺസും ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും ലാഗ് അടിപ്പിക്കാതെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അൺബോക്സ് ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി ടെക് വിസാറിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആസിഫ്. ഞാൻ ഇതിലത്തെ ടെക് റിലേറ്റഡ് കണ്ടന്റ്സ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അൺബോക്സിംഗ് എക്സ്പീരിയൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ നോർമലി ഫാൻസ് ഒക്കെ കാണുന്ന പോലെ രണ്ട് പാക്കിലാണ് വരുന്നത്. ഒന്ന് നമ്മുടെ ഹെഡും പിന്നെ പാർട്സും, ഒന്നിൽ നമുക്ക് ലീവ്സും ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു മെയിൻ ബോക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ Atom 28 എന്നും ഇംപെക്സിന്റെ ലോഗോയും പിന്നെ കീ ഹൈലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ലഭിക്കുന്നത് ഒരു റിമോട്ട് കൺട്രോൾ ആണ്. അതിലേക്ക് നമുക്ക് പിന്നെ വരാം. രണ്ട് കപ്സ് ലഭിക്കുന്നുണ്ട്. നമ്മുടെ നോർമൽ സീലിംഗ് ഫാനിൽ വരുന്ന കപ്സ് പോലത്തെ തന്നെയാണ്. പിന്നെ ഇതിന്റെ ആ ഒരു സ്റ്റെമ്മ് പോലത്തെ പാർട്ടും പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ്സും പിന്നെ ഇതിന്റെ യൂസർ മാനുവലും പിന്നെ മെയിൻ ആയിട്ട് ഹോൾഡ് ചെയ്യുന്ന ആ ഒരു പാർട്ടും അതിന്റെ സ്ക്രൂസും പിന്നെ നമ്മുടെ ഹെഡും വരുന്നുണ്ട്. ഹെഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു എസ്തെറ്റിക് ലുക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യാനുള്ള കാരണം തന്നെ ഇതിന്റെ ആ ഒരു ലുക്സ് ആണ്. എൻ്റെ സ്റ്റുഡിയോ ആയിട്ട് ഒരുപാട് മാച്ച് ആവുന്ന ഒരു ലുക്കാണ്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു കളറിന്റെ പേര് മാറ്റ് വൈറ്റ് ആണ്. മറ്റൊരു സ്മോക്ക് ബ്രൗൺ എന്ന് പറഞ്ഞ കളർ നമുക്ക് അവൈലബിൾ ആണ്. മാറ്റ് വൈറ്റ് നോക്കുകയാണെങ്കിൽ ടോപ്പിലായിട്ട് ഒരു ബ്ലാക്ക് വരുന്നുണ്ട്. ബാക്കി എല്ലാം മാറ്റ് വൈറ്റ് ആണ് വരുന്നത്. നല്ല ഭംഗിയാണ്, പ്രീമിയം ലുക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ലീവ്സിന്റെ പാക്ക് നോക്കുകയാണെങ്കിൽ അതിലും കുറെ ലോഗോസും ഇതിന്റെ കീ ഹൈലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 3 മാറ്റ് വൈറ്റ് ലീവ്സ് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയുമാണ് ഇതിന്റെ ഓവറോൾ പാക്കിംഗ് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ എന്തുകൊണ്ട് നിങ്ങൾ കാണുന്ന ഓരോരുത്തരും നിങ്ങളുടെ ഓർഡിനറി സീലിംഗ് ഫാൻ മാറ്റി BLDC ഫാൻ വാങ്ങണമെന്ന് ഞാൻ പറയാം. BLDC ഫാനിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബ്രഷ്ലെസ് DC ഫാൻ എന്നാണ്. നമ്മുടെ വീട്ടിലൊക്കെ കാണുന്ന നോർമൽ ട്രഡീഷണൽ സീലിംഗ് ഫാനിനെ അപേക്ഷിച്ച് ഈ ഒരു BLDC ഫാനിൽ ഒരു പെർമനന്റ് മാഗ്നറ്റ് DC മോട്ടറാണുള്ളത്. നമ്മുടെ ആ ഒരു ട്രഡീഷണൽ ഫാനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് എഫിഷ്യന്റും എനർജി എഫിഷ്യന്റുമാണ് ഈ ഒരു ഫാൻ. BLDC ഫാൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എക്കണോമിക് ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റും. അത് മാത്രമല്ല ധാരാളം ഫീച്ചേഴ്സ് ഈ ഒരു BLDC ഫാനിന് വരുന്നുണ്ട്. നമ്മൾ BLDC ഫാൻസിനെ വിശേഷിപ്പിക്കുന്നത് ഫ്യൂച്ചർ ഓഫ് സീലിംഗ് ഫാൻസ് എന്നാണ്. അത്രയ്ക്കും ടെക്നോളജി പരമായി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഫാൻസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ ഫിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസർ മാനുവൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷേ എപ്പോഴും ഒരു എക്സ്പെർട്ട് ഇലക്ട്രീഷ്യന്റെ സഹായം തേടുന്നത് നല്ല കാര്യമാണ്. പിന്നെ നിങ്ങൾ ഒരിക്കലും ഒരു കാര്യം മറക്കരുത്, നമ്മുടെ നോർമൽ സീലിംഗ് ഫാൻ പ്രവർത്തിക്കുന്നത് പോലെ റെഗുലേറ്റർ അല്ല ഇതിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്നത്. ഇതിലൊരു റിമോട്ട് ഉണ്ട്. അപ്പോൾ നമ്മുടെ നോർമലി ഉള്ള റെഗുലേറ്റർ നിങ്ങൾ ബൈപാസ് ചെയ്തിട്ട് വേണം നമ്മുടെ ഈ ഒരു BLDC ഫാൻ ഫിറ്റ് ചെയ്യാൻ. ഇത്രയും BLDC ഫാൻസ് മാർക്കറ്റിലുള്ളപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഇംപെക്സിന്റെ Atom 28 ചൂസ് ചെയ്യണം? 10 റീസൺസ് ഞാൻ പറയാം. ആദ്യത്തെ റീസൺ എന്ന് പറഞ്ഞാൽ 2023 ജനുവരി 1 തൊട്ട് സീലിംഗ് ഫാൻസിന് നമുക്ക് റേറ്റിംഗ്സ് വന്നു തുടങ്ങി. അപ്പോൾ നമുക്കറിയാം 5 സ്റ്റാർ റേറ്റിംഗ് അല്ലെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ്. റേറ്റ് കൂടുമ്പോൾ നമുക്ക് എനർജി എഫിഷ്യന്റ് ആകും. എന്തെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇംപെക്സിന്റെ ഈ ഒരു Atom 28 എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വരുന്നത്. 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള എനർജി എഫിഷ്യൻസി ഈ ഒരു പ്രോഡക്റ്റിനുണ്ട് എന്നുള്ളതാണ്. BLDC ഫാൻസ് എന്ന് മാത്രമല്ല, നിങ്ങൾ ഏതൊരു അപ്ലയൻസ് എടുത്താലും മാക്സിമം 5 സ്റ്റാർ എടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗും കൂടാതെ 5 ഇയർ വാറണ്ടിയും വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം അത്രയ്ക്കും എഫിഷ്യൻറ്റും അത്രയ്ക്കും ഡ്യൂറബിളും ആണ് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ്. Atom 28 എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ 28 വാട്ട്സ് മാത്രമാണ് നമ്മുടെ ഈ ഒരു ഫാൻ കൺസ്യൂം ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഒരു ഓർഡിനറി സീലിംഗ് ഫാൻ നോക്കുകയാണെങ്കിൽ അതിന്റെ പകുതിയേക്കാളും താഴെയാണ് ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത്. അത് തന്നെ ഇതിന്റെ ഒരു കീ ഹൈലൈറ്റ് ആണ്. അത്രയ്ക്കും എനർജി കൺസ്യൂം ചെയ്യുന്നത് കുറവാണ്. മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫാൻ വർക്ക് ചെയ്യുന്ന RPM എന്ന് പറഞ്ഞാൽ 380 ആണ്. നോർമൽ ഫാൻസ് ഒക്കെ വരുന്നത് ഏകദേശം 360 RPM-ലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഫാൻ വർക്ക് ആവുന്നത്. 218 ക്യൂബിക് മീറ്റേഴ്സ് പെർ മിനിറ്റ് ആണ് ഇതിന്റെ എയർ ഡെലിവറി വരുന്നത്. നോർമൽ ഫാൻസിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള എയർ ഡെലിവറിയാണ് ഇതിലുള്ളത്. നമ്മൾ ഫാൻ വാങ്ങുന്നത് എന്തിനാണ്? ഏറ്റവും കൂടുതൽ കാറ്റ് കിട്ടാൻ. അപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് ഈ Atom 28 എന്ന് പറയുന്നത്. അത് തന്നെയാണ് ഇതിന്റെ 4ാമത്തെ റീസൺ. 5ാമത്തെ റീസൺ ഇതിന്റെ ഒരു റിമോട്ട് കൺട്രോൾ തന്നെയാണ്. വളരെ സിമ്പിൾ ആൻഡ് മിനിമൽ ആയിട്ടുള്ള റിമോട്ട് കൺട്രോൾ ആണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഇതിൽ നമുക്ക് 1 to 5 സ്പീഡ്സ് കാണാൻ പറ്റും. അതുപോലെ പവർ ഓൺ ആക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിലെ കീ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഒരു എക്കോ ഫ്രണ്ട്ലി മോഡാണ്. ഒരു 4th ഇട്ട് നമുക്ക് ഈ ഒരു എക്കോ മോഡിൽ ഇടുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പൈസ ലാഭിക്കാൻ പറ്റും. BLDC ഫാൻ എന്ന് പറയുന്ന ആ ഒരു ഫാനിന്റെ പ്രത്യേകത മാറ്റി നിർത്തി കുറച്ചും കൂടി എനർജി എഫിഷ്യന്റ് അല്ലെങ്കിൽ കോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് നമുക്ക് ഈ ഒരു എക്കോ മോഡിൽ യൂസ് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിന്റെ ഒരു ടൈമർ മോഡ്. അതായത് 1 hour 2 hour 4 hour 6 hour 8 hour എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ ഈ 4 hour എനേബിൾ ചെയ്തിട്ട് കിടക്കുകയാണെങ്കിൽ 4 മണിക്കൂർ കറങ്ങിയിട്ട് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. അത് നല്ലൊരു ഫീച്ചർ തന്നെയാണ്. പലപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ഫീച്ചർ തന്നെയാണ്. 6ാമത്തെ റീസൺ എനിക്ക് ഒരുപാട് ഫേവറേറ്റ് ആയിട്ടുള്ള റീസൺ ആണ്. വോൾട്ടേജ് കുറയുമ്പോൾ ഇതിനെ അഫക്ട് ചെയ്യാൻ പോകുന്നതേ ഇല്ല. അതായത് 90 വോൾട്ട് തൊട്ട് 300 വോൾട്ട് വരെ ഈ ഒരു പ്രോഡക്റ്റ് വർക്ക് ആവും. എപ്പോഴും ലോ വോൾട്ടേജ് വരുന്ന ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എൻ്റെ നോർമൽ സീലിംഗ് ഫാനൊക്കെ എപ്പോഴും അതിന്റെ സ്പീഡ് കുറയും. അപ്പോൾ നമ്മൾ പേടിച്ച് ആ ഫാനൊക്കെ ഓഫ് ആക്കി ഇടാറുണ്ട് അത്രയും എനർജി കുറയാൻ വേണ്ടി. പക്ഷേ ഈ ഒരു ഫാൻ അത് ജെനുവിൻലി ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. അത്രയും ലോ വോൾട്ടേജിൽ വരെ ഇതിന്റെ നോർമൽ സ്പീഡിൽ ഇത് കറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഫീച്ചറാണ്. എല്ലാവരുടെ വീട്ടിലും നമ്മൾ എപ്പോഴും ആവശ്യമുള്ളൊരു കാര്യമാണ്. ലോ വോൾട്ടേജിൽ പോലും നമുക്ക് ഫാൻ പ്രവർത്തിക്കാൻ പറ്റുന്നത്.
ഏഴാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഇംപെക്സിന്റെ BLDC ഫാൻ നമ്മളൊരു 12 മണിക്കൂറാണ് ഡെയിലി യൂസ് ചെയ്യുന്നതെങ്കിൽ വർഷം 7100 രൂപ അല്ലെങ്കിൽ ഒരു 7000 രൂപ റൗണ്ട് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. 7000 രൂപ ഒരു വർഷം ഒരു ഫാനിൽ സേവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. എട്ടാമതായിട്ട് പറയാനുള്ളത് ഇതിന്റെ ഡിസൈനാണ്. ഇതിന്റെ ബഡ്ജറ്റ് നമ്മൾ അടുത്ത പോയിന്റിലാണ് പറയുന്നത്. പക്ഷേ ഇതിന്റെ ബഡ്ജറ്റിനനുസരിച്ച് ഒരു പെർഫെക്റ്റ് എസ്തെറ്റിക് ഡിസൈൻ ആണ് വരുന്നത്. എന്റെ സ്റ്റുഡിയോ വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ നല്ലൊരു കീ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നതാണ്. നോർമൽ ഉള്ള ഒരു ഫാൻ ആയിരുന്നപ്പോൾ ഒട്ടും തന്നെ ഭംഗിയില്ല. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ ഏതൊരു പ്രോഡക്റ്റ് നോക്കിയാലും അതിന്റെ ലുക്സിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്തപ്പോഴും ഇതിന്റെ ആ ഒരു ലുക്സ് നോക്കിയിട്ട് തന്നെയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾ ഇത് വാങ്ങുവാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ ആ ഒരു ഹോളോ റൂമോ നല്ല രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരു എസ്തെറ്റിക് ലുക്ക് അല്ലെങ്കിൽ ഒരു പ്രീമിയം ലുക്ക് കൊടുക്കാൻ പറ്റും. ഒമ്പതാമത്തെ കാര്യം, ഇത് ആദ്യം പറയേണ്ടതാണ്, പക്ഷേ ഒമ്പതാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ ബഡ്ജറ്റ് ആണ്. BLDC ഫാൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ റെഫർ ചെയ്ത് നോക്കുക. ഞാൻ നോക്കി, നമ്മൾ അത്യാവശ്യം കോമൺ ആയിട്ട് കേൾക്കുന്ന ബ്രാൻഡ്സിന്റെ ഒക്കെ പ്രോഡക്റ്റിന്റെ വില നോക്കുവാണെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആണ് BLDC ഫാൻ. കാര്യം ഇത്രയും പ്രത്യേകതകളുണ്ട്, നമുക്ക് എനർജി സേവിംഗ് ആണ്, കോസ്റ്റ് എഫിഷ്യന്റ് ആണ്. പക്ഷേ ഇംപെക്സിന്റെ ഈ ഒരു ആറ്റം 28 എന്ന് പറഞ്ഞ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുന്നത് 3300 രൂപയ്ക്കാണ്. നിങ്ങൾ നോർമലി ഒരു ഫാൻ വാങ്ങുന്ന റേറ്റ് തന്നെ ഇതിന് വരുന്നുള്ളൂ. BLDC ഫാൻസിന്റെ റേറ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ അഫോർഡബിൾ ആയിട്ട് നിങ്ങൾക്ക് BLDC ഫാൻ വാങ്ങാൻ പറ്റും. പത്താമത്തെ റീസൺ ആണ് എനിക്ക് പറയാനുള്ളത് അവൈലബിലിറ്റി ആണ്. പല ബ്രാൻഡ്സിന്റെ തൊട്ട് ഓൺലൈൻ മാത്രം അല്ലെങ്കിൽ റെയർ ആയിട്ട് കടകളിൽ മാത്രമല്ല, നമുക്കറിയാവുന്ന ഒട്ടുമിക്ക കടകളിൽ നമുക്ക് ഇംപെക്സിന്റെ ഈ പ്രോഡക്ട്സ് കിട്ടാറുണ്ട്. സോ ഈ ഒരു ഫാൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് അടുത്തുള്ള ഷോപ്പിൽ പോയി വാങ്ങാവുന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഓൺലൈൻ ത്രൂ നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തത്. ഈ പറഞ്ഞ 10 പോയിന്റ്സും ഇത്രയും പറഞ്ഞ ഒപ്പീനിയൻസും എല്ലാം എൻ്റെ പേഴ്സണൽ യൂസർ എക്സ്പീരിയൻസിന് അടിസ്ഥാനമായിട്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഓൺലൈനായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് വാങ്ങാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, വീഡിയോസും കാണണം. കാരണം ഐ മേക്ക് വീഡിയോസ് ഫോർ ലെജൻഡ്സ്.